നമസ്കാരം. നമ്മുടെ ചെറുപ്പക്കാർ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങളുടെ കഥ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേരളം. ഈ ലഹരിക്ക് അടിപ്പെട്ടുകൊണ്ട് പുതുതലമുറ കാണിക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതകളുടെ വാർത്തകളാണ് ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത്. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ ആളുകൾക്ക് ഭയമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. കാരണം ഒരേ വീട്ടിൽ കഴിയുന്ന മക്കളോ സഹോദരങ്ങളോ ഇവരൊക്കെ എപ്പോഴാണ് ജീവൻ എടുക്കുക എന്നറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം. അപ്പോൾ എൻ്റെ ചോദ്യം, കേരളം ഇങ്ങനെയുള്ള ഒരു അരാജക സമൂഹമായിട്ട് മാറുമ്പോൾ സർക്കാരിന് വെറും കാഴ്ചക്കാരായി നിൽക്കാനേ കഴിയുകയുള്ളൂ എന്നാണ്. ജനങ്ങളുടെ ജീവന് സംരക്ഷണം തരാൻ കഴിയാത്ത സർക്കാർ, അങ്ങനൊരു സർക്കാർ എന്തിനാണ്? നമ്മുടെ MP രാജേഷ് മന്ത്രി പറയുന്നത് കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം കൂടുന്നില്ല എന്നാണ്. പിന്നെ പതിവ് പോലെ ഈ നടപടിക്കാര്യത്തിൽ കേരളം നമ്പർ 1 ആണ് എന്ന് പറയുന്ന തള്ളുണ്ട്. നഴ്സറിയിൽ വിട്ട 4 വയസ്സുകാരന് ചോക്ലേറ്റിൽ ലഹരി വെച്ച് കൊടുത്തു എന്നുള്ള വാർത്ത, അങ്ങനെയുള്ള വാർത്തകളാണ് പത്രത്തിലൊക്കെ വരുമ്പോഴാണ് മന്ത്രി ഇത് പറയുന്നത്. എക്സൈസ് വകുപ്പിൻ്റെ തന്നെ കണക്കുകൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ളതാണ് MP രാജേഷ് പറയുന്ന കണക്കുകൾ. ലഹരി മാഫിയയെ വളർത്തുന്നത് തന്നെ ഭരണകക്ഷിയാണ് എന്നുള്ളത് വളരെ പരസ്യമായിട്ടുള്ള കാര്യമാണ്. 2023 ഒരു പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമം അതിൻ്റെ അന്വേഷണാത്മക പരമ്പരയിൽ എഴുതിയൊരു വാർത്ത, ആ വാർത്തയിലെ വാചകം എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട് ആൻഡ് കേരള ഹാവ് ബിക്കം മേജർ ഡെസ്റ്റിനേഷൻസ് ഫോർ സ്മഗിൾഡ് ഡ്രഗ്സ് ഫ്രം പാകിസ്ഥാൻ. എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ലഹരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിലൊന്നായി കേരളം മാറിയിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, 2023 മെയ്യിൽ കൊച്ചിയിൽ നാവികസേനയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഒക്കെ ചേർന്ന് നടത്തിയ വലിയൊരു ലഹരി വേട്ട. ഇറാൻ തുറമുഖത്ത് നിന്ന് ലഹരി മരുന്നുമായിട്ട് പുറപ്പെട്ട പാകിസ്ഥാൻ കപ്പൽ, അതാണ് അന്ന് കൊച്ചി തീരത്ത് വെച്ച് പിടികൂടപ്പെട്ടത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ, ആ ലഹരി മാഫിയയുടെ ചരക്കാണ് അന്ന് പിടികൂടിയത്. അന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞത്, അത്തരത്തിലൊരു കപ്പൽ കൊച്ചി ലക്ഷ്യമാക്കി വരണമെങ്കിൽ ഇവിടെ അത്രയും വലിയ മാർക്കറ്റുണ്ട് എന്ന് അവിടെയുള്ള ആളുകൾക്കറിയാം എന്നാണ്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കേരള സർക്കാർ തയ്യാറില്ല. കേരളത്തിൽ CPMൻ്റെ ജിഹാദി കൂട്ടുകെട്ട്, ആ ജിഹാദി കൂട്ടുകെട്ടാണ് ലഹരി മാഫിയ വളർത്തുന്നത്. നാർക്കോട്ടിക് ജിഹാദ് എന്ന് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പാലാ ബിഷപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തുകയാണ് ചെയ്തത്. ലഹരി മാഫിയയുടെ കരുത്താണത് കാണിക്കുന്നത്. മാത്രമല്ല, ലഹരിയുമായിട്ട് MLAയുടെ മകനെ പിടികൂടിയപ്പോൾ വാദി പ്രതിയായത് നമുക്കറിയാം. ആലപ്പുഴയിൽ CPM നേതാവിൻ്റെ വണ്ടിയിൽ ലഹരി കടത്തിന് പിടികൂടിയപ്പോൾ അവസാനം അയാളെ കുറ്റവിമുക്തനാക്കി വിട്ടയക്കുന്നതാണ് നമ്മൾ കണ്ടെത്തിയത്. പല ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ, അതിലെല്ലാം ലഹരിയുടെ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ അത് മറച്ചു പിടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ലഹരി മാഫിയക്കെതിരെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ പോലും സർക്കാർ തയ്യാറില്ല. മാത്രമല്ല, അവർക്കെതിരെ പലയിടത്തും പ്രതികാര നടപടിയാണ് CPM ചെയ്യുന്നത്. ഒരു കാര്യം ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്, കേരളത്തിലെ ഭരണകക്ഷിയുടെ തണലിലാണ് ലഹരി മാഫിയ തഴച്ചു വളരുന്നത്. ഒരു വശത്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്ന DYFIക്കാർ ആ പ്രതിജ്ഞയും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് മയക്കുമരുന്ന് മാഫിയക്ക് സംരക്ഷണം കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളും, ഉദാഹരണത്തിന് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഈ സംസ്ഥാനങ്ങളൊക്കെ ലഹരി മാഫിയെ പൂർണ്ണമായും അടിച്ചമർത്തുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ ഇടതുമുന്നണിയുടെ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ എടുക്കുന്ന നിലപാട് ഞാൻ ഈ പറഞ്ഞതാണ്. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, CPM ഈ ലഹരി മാഫിയെ സംരക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഒരു നാടിനെ മുഴുവനായും സർവനാശത്തിലേക്ക് തള്ളിവിടുകയാണ്.
ചരിത്രം നിങ്ങളോട് പൊറുക്കില്ല എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കൂ.